ഹലോ നമസ്കാരം. ഞാൻ അനീഷ് അബ്രഹാം. പല വെറൈറ്റി തട്ടിപ്പുകളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു ഫ്രഷ് ആയിട്ടൊരു ഒരെണ്ണം വന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി നടന്നതാണ്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അരുൺ മാത്യു എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി ഇന്നലെ രാത്രി UK ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ തൻ്റെ ഒരു വീട് വാടകയ്ക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇട്ടു. തൊട്ടു പിന്നാലെ ഒരു ഷമീർ എന്ന് പറഞ്ഞൊരുത്തൻ ഇദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യുന്നു. വീട് വാടകയ്ക്ക് വേണമെന്ന് പറയുന്നു. പുള്ളി അരുൺ ഉള്ള ഫോട്ടോസും എല്ലാം അയച്ചു കൊടുക്കുന്നു, ഡീറ്റെയിൽസ് എല്ലാം അയച്ചു കൊടുക്കുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് അരുൺ യാദൃശ്ചികമായിട്ട് ഫേസ്ബുക്കിൽ നോക്കിയപ്പോൾ ഈ ഷമീർ എന്ന് പറഞ്ഞവൻ അവൻ്റെ ഫേസ്ബുക്കിൽ അവൻ്റെ സ്വന്തം വീടാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഫോട്ടോസൊക്കെ ഉൾപ്പെടെ, വീടിൻ്റെ ഫോട്ടോസും ഡീറ്റെയിൽസൊക്കെ ഉൾപ്പെടെ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. വാടകയ്ക്ക് കൊടുക്കാൻ വീടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. അത് വ്യൂവിങ്ങിന് താല്പര്യമുള്ളവർ 200 പൗണ്ട് ഡെപ്പോസിറ്റ് കൊടുത്താൽ വ്യൂവിങ് അനുവദിക്കാവുന്നതൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ്. ഇത് കണ്ട് ഞെട്ടി അരുൺ അപ്പോൾ തന്നെ എന്നെ വിളിച്ചു. ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആ ഗ്രൂപ്പിൽ ഉടൻ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു തട്ടിപ്പ് വീരൻ ഇറങ്ങിയിട്ടുണ്ട്, ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. ഇത് UK എല്ലാ ഹൗസ് ഓണേഴ്സും, അതായത് മലയാളികളായിട്ടുള്ള ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഇതുപോലെയുള്ള ഡീറ്റെയിൽസ്, നിങ്ങളുടെ വീട്, കാറ്, മറ്റ് നിങ്ങൾക്ക് ബിസിനസ് സ്ഥാപനങ്ങളുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് പലവിധ തട്ടിപ്പുകളും നടത്തുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇതിനു മുന്നേ ശ്രദ്ധയിൽപ്പെട്ടാണ്. നമ്മുടെ UK പ്രവർത്തിക്കുന്ന മലയാളികളുടെ ഒരു നഴ്സിംഗ് ഹോമിൻ്റെ ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് വ്യാജ റിക്രൂട്ട്മെൻറ്റ് തട്ടിപ്പ് നടത്താൻ ശ്രമിച്ച കാര്യം ഞാൻ തന്നെ ഫേസ്ബുക്കിലൂടെ അറിയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റ് പല സ്ഥാപനങ്ങളും ഇതുപോലെ തട്ടിപ്പിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ ഡീറ്റെയിൽസ് യൂസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇതുപോലെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ഇടുമ്പോൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാർ ജെന്യുവിനായിട്ടുള്ളവരാണോ എന്നുള്ളത് വെരിഫൈ ചെയ്യാനുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ നിങ്ങൾ തന്നെ കണ്ടെത്തുക. ഇതുപോലെയുള്ള തട്ടിപ്പുകാർ നമ്മുടെ നാട്ടിൽ നിന്ന് കൂട്ടത്തോടെ UK എത്തിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക.